ഹലോ ഓൾ വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്, ഒരു വെൽനസ് ഓൺട്രപ്രണറാണ്. നമ്മൾ ഡയബറ്റീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവല്യൂഷൻ ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത് പാർട്ട് 3 സെഷനാണ്. പാർട്ട് 1 and 2 നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ പാർട്ട് 3 കേൾക്കുക. ഓക്കെ, പാർട്ട് 3ൽ നമ്മൾ കുറച്ച് ടേംസ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പാർട്ട് 2ൽ നമ്മൾ കണ്ടു നമ്മൾ നാടൻ ഭാഷയിൽ എന്തുകൊണ്ട് ഏതൊരു സാധാരണക്കാരന് മനസ്സിലാക്കുന്ന ഭാഷയിൽ എന്തുകൊണ്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത്, പ്രമേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള വളരെ നാടൻ ഭാഷ ഒരു എക്സാമ്പിളിൽ ഒരു ഉദാഹരണ രൂപാന്തരം നമ്മൾ സംസാരിക്കുകയുണ്ടായി. പാർട്ട് 3ൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസ് ആണ്. ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്ന് പറയും. എന്താണ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ? ഉപാപചയക്രമം. നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരം എത്രത്തോളം ഫാസ്റ്റായിട്ട് ഊർജമായിട്ട് കൺവെർട്ട് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം എൻ്റെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് ആയിരിക്കില്ല മിസ്റ്റർ എക്സിൻ്റെ മിസ്റ്റർ വൈയുടെ മെറ്റബോളിക് റേറ്റ്. കാരണം ഓരോരുത്തരുടെയും മെറ്റബോളിക് റേറ്റ് വ്യത്യാസമുണ്ട്, ഓരോരുത്തരുടെ ശരീര പ്രകൃതി വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ കഴിക്കുന്ന ആഹാരം ശരീരം എത്രത്തോളം ഫാസ്റ്റായിട്ട് അത് ഊർജ്ജമായിട്ട് കൺവെർട്ട് ചെയ്യുന്നു, ചിലപ്പോൾ അതിനേക്കാൾ ഫാസ്റ്റായിട്ട് ഊർജ്ജമായിട്ട് കൺവെർട്ട് ചെയ്യാനുള്ള ബോഡി മറ്റുള്ള വ്യക്തിക്ക് ഉണ്ടാവും, ചിലപ്പോൾ അതിനേക്കാൾ കുറവായിരിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ്. മെറ്റബോളിക് റേറ്റ് ഓരോരുത്തരുടെ ഓരോ രീതിയിലായിരിക്കും. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ഗ്ലൂക്കോസ് മെറ്റബോളിസം. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരം ഗ്ലൂക്കോസ് ആയിട്ട് കൺവെർട്ട് ചെയ്ത് ഇത് എത്രത്തോളം ഫാസ്റ്റായിട്ട് എനർജി ആയിട്ട് ശരീരം കൺവെർട്ട് ചെയ്തെടുക്കുന്നു, ആ കപ്പാസിറ്റീനെയാണ് എന്ത് പറയുന്നത്? ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ പഠിക്കുന്ന സമയത്ത് വേ ബാക്ക്, ഞാൻ സംസാരിക്കുന്നത് 60s, 70s, 80s, 90s കാലഘട്ടത്തിലൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അന്നത്തെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കി. നമ്മൾ അന്ന് മെലിഞ്ഞിട്ടായിരുന്നു, നമ്മൾ 6 പാക്കിലേക്കായിരുന്നു. ആണുങ്ങളൊക്കെ ആണെങ്കിൽ 6 പാക്കിലേക്ക് ആയിരുന്നു അല്ലേ? നമ്മൾ ജനിച്ചത് തൊട്ട് 6 പാക്കാണ്. ജിമ്മിലൊന്നും പോകണ്ട, നമ്മൾ ജനിച്ചത് മുതൽ 6 പാക്കാണ്. അന്ന് നമ്മളെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബോണും മസിലും അവയവത്തിൻ്റെ തൂക്കം മാത്രമാണ്, പിന്നെ സ്കിന്നും, വേറെ ഒന്നുമില്ല. അന്ന് ഫാറ്റ്, കൊഴുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? പിന്നെ നമ്മൾ എപ്പോൾ ഈ സംഗതി നിന്നു? ഈ സംഗതി എപ്പോഴാണ് നിന്നത്? എന്നാണോ ഫിസിക്കൽ ആക്ടിവിറ്റി നിന്നത്, എന്നാണോ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് പോയത്, അന്ന് സംഭവിച്ചത് എന്താ? നമ്മുടെ ശരീരപ്രകൃതി, നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയിലെ വ്യത്യാസം വരാൻ തുടങ്ങി, ശരിയല്ലേ? മെല്ലെ മെല്ലെ മസിൽസ് കുറയാൻ തുടങ്ങി, മെല്ലെ മെല്ലെ ശരീരത്തിൽ മസിൽസിന് പകരം കൊഴുപ്പ് അടഞ്ഞു കൂടാൻ തുടങ്ങി. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടൊരവസ്ഥയാണ്. പിന്നീട് പിൽക്കാലത്ത് അത് സാർക്കോപീനിയ എന്ന് പറയുന്ന സിവിയർ ആയിട്ടുള്ള മസിൽ ലോസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പറയപ്പെടുന്നത് ഓരോ വർഷം കൂടുന്തോറും 1% നമ്മുടെ ശരീരത്തിലെ മസിൽസ് ക്ഷയിച്ചു പോകുന്നു എന്നാണ്. അപ്പം ഈ മസിൽസും ഗ്ലൂക്കോസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, മസിൽസിനെയാണ് ഗ്ലൂക്കോസിന് ഏറ്റവും പെട്ടെന്ന് കത്തിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്. ഗ്ലൂക്കോസിന് ഏറ്റവും ഫാസ്റ്റായിട്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യിപ്പിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി മസിൽസിനുണ്ട്. ആൻഡ് മസിൽസ് ആർ ദ ലാർജസ്റ്റ് മെറ്റബോളിക് ഓർഗൻ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ മെറ്റബോളിക് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, അത് മസിൽസാണ്. നമ്മൾ ഈ പുറമേ കാണുന്ന മസിൽസാണ്. ട്രൈസും ബൈസും ഷോൾഡറും ലെഗും എല്ലാം വരുന്നത്, വലിയ മസിൽസ് എന്ന് വരുന്നത് ലെഗ് മസിൽസാണ്. ഗ്ലൂട്ടിയസും ക്വാഡ്സും അബ്ഡക്ടറും അഡക്ടറും ഒക്കെയാണ് വലിയ ലാർജസ്റ്റ് മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ മസിൽസിന് നമുക്ക് കൂടുതൽ വർക്ക് കൊടുത്താൽ ഏറ്റവും ജാസ്തി നമുക്ക് ഗ്ലൂക്കോസിന്, അമിതമായിട്ട് കിടക്കുന്ന ഗ്ലൂക്കോസിന് കത്തിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? മസിൽസിനുണ്ട്. അപ്പോൾ ഗ്ലൂക്കോസ് മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? നമ്മളെ ശരീരത്തിൽ അമിതമായി ഗ്ലൂക്കോസ് അടഞ്ഞു കൂടുന്നുണ്ടാവും, മെറ്റബോളിക് റേറ്റ് കുറയുന്നുണ്ടാവും, ക്ഷീണം ഉണ്ടാവും, തളർച്ചയുണ്ടാവും. ഇതൊക്കെ പ്രമേഹത്തിൻ്റെ പിന്നീട് കാണുന്ന നമ്മൾ സൈഡ് എഫക്റ്റുകളാണ് നമ്മൾ കാണപ്പെടുന്നത്.